വൺ സി ബി എസ് സി ആണെങ്കിൽ നമുക്കറിയാം, നിങ്ങൾക്ക് സി ബി എസ് സിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 20 ഫെബ് ആണ്. അപ്പം 20 ഫെബ് തൊട്ട് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് എക്സാം തീരുന്നത് 9 മാർച്ച്. 9 മാർച്ചാണ് മാത്സ് വരുന്നത് ബേസിക്കലി. അതായത് ഇപ്പോൾ നിങ്ങളൊരു ജെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ 12th ബോർഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ്. ഈ മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് മൂന്നും എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരുടെയും നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ കീം എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ബേസിക്കലി കീം എക്സാമിൽ ഇതിൻ്റെ 50% മാർക്ക് എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ജെയിൽ നിങ്ങൾക്ക് ബോർഡിൽ മിനിമം 75% ക്രൈറ്റീരിയ വേണം. ഐ ഹോപ്പ് എവരി വൺ വിൽ ഗെറ്റ് ദാറ്റ്. ഓക്കെ, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനിയുള്ള 20 ഡേയ്സ് ബേസിക്കലി 20 അല്ലെങ്കിൽ ഇനിയുള്ള 15 ഡേയ്സ് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മൾ സ്ട്രാറ്റജി ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ ജെഇ വരെയുള്ള സമയം നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഇതാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 12th സിലബസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇത് മൂന്ന് നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി തന്നെ സെറ്റായിരിക്കണം. അതായത് ബോർഡ് എക്സാം സമയത്ത് തന്നെ ഇത് ഓൾറെഡി നിങ്ങൾ എന്തിനാ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ നിങ്ങൾക്ക്, കാരണം ജെഇ എക്സാം സമയത്ത് നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ സമയമൊന്നും കിട്ടില്ല. മെയിൻ ചാപ്റ്റേഴ്സ് മാത്രം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്തിനിടെ കുറച്ച് സമയമുള്ളൂ. ആ ഒരു സമയം 1 മാസം അല്ലെങ്കിൽ ആ ടൈമിനിടയിൽ നിങ്ങൾക്ക് 11th കൂടെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ജെഇ എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടി പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കീം എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 50% മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കീം എക്സാമിന് എടുക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, അതിന് മാത്സ് എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ കറക്റ്റ് പ്ലാൻ ചെയ്യാം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. റിയലിസ്റ്റിക് പ്ലാനാണ്. അപ്പോൾ ബേസിക്കലി ഇന്ന് 2 ഫെബ് ആണ്. അപ്പം 3rd ഫെബ് തൊട്ട് നമ്മൾ സത്യത്തിൽ ബോർഡ് ഫോക്കസ് ചെയ്യണോ, ജെഇ ഫോക്കസ് ചെയ്യണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ രണ്ടിനും വേണ്ടി ഒരു പ്ലാനാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് ജസ്റ്റ് നോക്കുക. 20 ഫെബിലാണ് നിങ്ങളുടെ മെയിൻ എക്സാംസ് ആണ്. 20 ഫെബിലാണ് നിങ്ങളുടെ ഫിസിക്സ് വരുന്നത്. അതായത് ഫിസിക്സ് തൊട്ട് കെമിസ്ട്രിയുടെ ഇടയ്ക്കത്തെ ദിവസമുണ്ട്. 8 ഡേയ്സ് ഉണ്ട് നിങ്ങൾക്ക്. 8 ഡേയ്സ് അത്യാവശ്യം നല്ല ഗ്യാപ്പാണ് 8 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കെമിസ്ട്രി എക്സാം, എൻ്റെ എക്സാം സമയത്ത് എനിക്ക് ഫിസിക്സ് കഴിഞ്ഞ് കെമിസ്ട്രി 8 ഡേയ്സ് ഒന്നും ഇല്ലായിരുന്നില്ല, ഒരു 4 or 3 ഡേയ്സൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് കെമിസ്ട്രി തൊട്ട് മാത്സ് വരെ 9 മാർച്ച് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 8 ഡേയ്സ് ടൈമാണ് നിങ്ങൾ മാത്സ് പഠിക്കാൻ കിട്ടുന്നത്. അതായത് നല്ല എമൗണ്ട് ഓഫ് ടൈം നിങ്ങൾക്ക് ഈ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നല്ല ടൈം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. ആ ടൈം നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നല്ലൊരു സ്കോറിലോട്ട് എത്താനായിട്ടും സാധിക്കും. ഇനി അടുത്ത കാര്യം, നമുക്ക് പ്രിപ്പറേഷൻ എത്ര ദിവസമാണെന്ന് വെച്ചാൽ 1 and 2 പോയി. ബാക്കി എത്ര ദിവസം എന്ന് വെച്ചാൽ 3 ഉണ്ട്, 4 ഉണ്ട്, ഇങ്ങനെ പോയി 19th വരെ നിങ്ങൾ എന്തുണ്ട് സമയമുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് നമ്മൾ എന്നോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇപ്പം നിങ്ങളുടെയിലുള്ള ഒരു 13 വരെ എടുക്കുക. ഇതിന് മുന്നേ ഉള്ള ദിവസം ഇത്രയും ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ദിവസം നിങ്ങൾ ബാക്കി എക്സാം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് അതായത് ഇംഗ്ലീഷ് നിങ്ങൾ ഇപ്പോൾ റിവൈസ് ചെയ്യേണ്ട, ഇംഗ്ലീഷ് എക്സാമിൻ്റെ സമയത്ത് മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ പ്രിപ്പറേഷൻ സെറ്റല്ല എങ്കിൽ ഇംഗ്ലീഷ് ഇപ്പോൾ ഒന്ന് തൊടാൻ നിൽക്കേണ്ട. മാത്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, ഇത് മൂന്നും അത്യാവശ്യം പഠിക്കാനുള്ള സമയമാണ് ഈ ഒരു ടൈം. 11th അല്ലെങ്കിൽ 12th വരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ ചാപ്റ്റർ സിലബസ് കംപ്ലീഷൻ്റെയൊക്കെ ഒരു റിവിഷൻ ടൈമാണ് നിങ്ങൾക്ക് 12th വരെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് 13th, 14th, 15th, 16th, 17th, 18th, 19th 1, 2, 3, 4, 5, 6, 7 7 ഡേയ്സാണ് ഫിസിക്സിന് കൊടുക്കുക. എന്തുകൊണ്ട് 7 ഡേയ്സ് കൊടുക്കുന്നത് അറിയുമ്പോൾ, അതായത് 2025 ഫിസിക്സ് എക്സാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എഴുതിയ വർഷം 2025 ഫിസിക്സ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫിസിക്സ് ടഫായിരുന്നു. ടഫാണെന്ന് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈവൻ ദോ ടഫാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ലിബറൈസേഷൻ വരെ മാർക്ക് കിട്ടുന്നതായിരിക്കും. അത് കുഴപ്പമൊന്നും, അത് സീനില്ല. പക്ഷേ പഠിക്കണം, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഫിസിക്സ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ PYQ സോൾവ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ സോൾവ് ചെയ്യുക. ഒരു ബുക്കുണ്ട് ബേസിക്കലി, അരിഹന്തിൻ്റെ ഒരു ബുക്കുണ്ട്, അത് വാങ്ങിക്കുക, എന്തെങ്കിലും വാങ്ങിക്കുക. പ്രീവിയസ് ഇയർ ബുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യുക. അപ്പം നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഇയർ സോൾവ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ ജെഇയുടെ ഒക്കെ ക്വസ്റ്റ്യൻ എടുത്ത് അതൊക്കെ ചെയ്യുന്ന ആൾക്ക് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ആദ്യം നിങ്ങൾ പ്രീവിയസ് ഇയർ സെറ്റാക്കി ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫിസിക്സ് സെറ്റാവും. അത് സെറ്റാക്കാനുള്ള ദിവസമാണ് 13th, 14th, 15th, 16th, 17th, 18th ഈ 2 ദിവസം. എസ്പെഷ്യലി 2 ദിവസം നിങ്ങൾ 2 മോക്ക് ടെസ്റ്റ് എങ്കിലും മിനിമം കൊടുക്കുക ഫിസിക്സിന്. 2 or 3 നിങ്ങൾ ഇഷ്ടമുള്ള അത്രയും മോക്ക് ടെസ്റ്റ് ഫിസിക്സിന് വേണ്ടി കൊടുക്കുക. മോക്ക് ടെസ്റ്റ് ക്ലിയർ.
അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുന്നു വേണ്ട, ഇപ്പം സമയമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതൊന്നുകൂടെ നിങ്ങൾക്ക് വർക്കൗട്ട് ആക്കാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വെബ്സൈറ്റിലേക്ക് ഒരുപാടെണ്ണം കിട്ടും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട്. അത് കഴിഞ്ഞ് ഫിസിക്സ് എക്സാം 20-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് 20 തൊട്ട് ആ ദിവസം രാത്രി സമയം തൊട്ട് 27-ാം തീയതിയുള്ള ദിവസം 8 ദിവസം കെമിസ്ട്രി പഠിക്കാൻ ഇഷ്ടം പോലെ സമയമാണ്. ഇഷ്ടം പോലെ ഇവിടെ നിങ്ങൾക്ക് കെമിസ്ട്രി മാത്രമല്ല വേറെ എന്ത് വേണമെങ്കിലും പഠിക്കണം, ഇഷ്ടം പോലെ ടൈമാണ്. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം PYQ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, അല്ല നിങ്ങൾ വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും നോക്കണ്ട. വെറും PYQ മാത്രം സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോറോടെ എത്താൻ സാധിക്കും. ഇനി മാത്സ് ആണെങ്കിൽ മാത്സിന് സമയത്ത് നിങ്ങൾ എന്ത് സോൾവ് ചെയ്യണം, PYQ സോൾവ് ചെയ്യണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ട് ആ ക്വസ്റ്റിനകത്ത് 4 ഓപ്ഷൻ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ വരെ നമ്മൾ ക്ലിക്ക് അടിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണം ബേസിക്കലി. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റെപ്പ് കണ്ട് ഇങ്ങനെയല്ല എനിക്കറിയാം, അങ്ങനെയല്ല കാൽക്കുലേഷൻ. കാരണം 2025 വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ 2025 മാത്സ് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അത് ലെന്തി ആയിരുന്നു. അതായത് ആവറേജ് പേപ്പറായിരുന്നു, അല്ലെങ്കിൽ ഒരു എബവ് പറയുക മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ പേപ്പർ ആണെങ്കിൽ പോലും അത് ലെങ്തി ആയിരുന്നു, ഭയങ്കര ലെങ്തി ആയിരുന്നു. അതായത് ടൈമിൽ തീരത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ഫുൾ കാൽക്കുലേഷൻ നേരത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ മാത്രമല്ല, മിനിമം 1-2 മോക്ക് ടെസ്റ്റും കൂടെ എന്ത് ചെയ്യുക കൊടുക്കുക. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ എത്ര പ്രിപ്പറേഷൻ എത്തിയെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. 2 അത് മാത്രമല്ല മോക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ്, അതായത് ഒരു സെക്ഷൻ A, സെഷൻ B, സെഷൻ C, സെഷൻ D, ഇതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാവും. ക്ലിയർ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബേസിൽ പ്ലാൻ. ഓക്കെ. പിന്നെ ഓരോ എക്സാമിന് മുന്നേ നമ്മൾ എന്ത് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഹൗ ടു റൈറ്റ് എക്സാം എങ്ങനെ എഴുതണം, ഏത് സെഷൻ വഴി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ചാനലിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഡോണ്ട് ഫീൽ ഹെസിറ്റേറ്റഡ് ഫോർ ദാറ്റ്, ജസ്റ്റ് കമൻറ്റ്.